പ്രിയ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് 26-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ദേവി ഭാഗവതം. അതിലെന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നാരദന് മോഹം ഉണ്ടായിന്നാ പറയുന്നത്. ഭഗവാൻ നാരദനെയും കൂടി, നാരദര് പറഞ്ഞാല് വലിയ എന്താ പറയാ, നൈഷ്ഠിക ബ്രഹ്മചാരിയിൽ നടക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിനും കൂടെ മായയില് മോഹിപ്പിക്കും ഭഗവാനോട് ആ കളി അത് നടക്കൂല കേട്ടാ. അപ്പം മനസ്സിന്റെ അസ്വസ്ഥയെ ചോദിച്ചു. ആരോട്? നാരദ മഹർഷിയോട് ചോദിച്ചു, വേദവ്യാസ മഹർഷി. അപ്പൊ പറയുന്നു, ദേഹം സ്വീകരിച്ചാൽ മായക്ക് അടിമപ്പെടാത്തവനായിട്ട് ആരുമില്ല മഹർഷി. നാരദ മഹർഷി പറയുന്നു, ആരുമില്ല ഈ ലോകത്തില്. ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാരും കൂടി, അതുമാത്രമുള്ള സനകാദികൾ പോലും മായയുടെ വലയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. ലോകർ എന്നെ ജ്ഞാനിയാണ് പറയുന്നുണ്ട്, പക്ഷെ ഞാനും ഈ മായയിൽ അകപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല. ചില ആൾക്കാർ അവനവന് പറ്റിയ ജാള്യത പുറത്ത് കാണിക്കാണ്ട് മിണ്ടാണ്ടിക്കും, മറ്റുള്ളവരുടെ കാര്യം പറയും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളുടെ ഇടയിൽ. ഇപ്പൊ എന്റെ പൂർവ്വവൃത്താന്ന് ഞാൻ അങ്ങേ കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രീനാരദ മഹർഷി പറയാൻ തുടങ്ങി. എന്താ പറയണേ? പണ്ട് ഞാനും പർവ്വത മഹർഷിയും കൂടി ഭാരതം കാണാനായി ദേവലോകത്തിൽ നിന്ന് പുറപ്പെട്ടു. പർവ്വതൻ, അദ്ദേഹത്തിന്റെ പേര് പർവ്വതൻ. തീർത്ഥങ്ങളും പുണ്യാശ്രമങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ ഈ ഭൂമിയിൽ ഞങ്ങൾ നടന്ന് ഞങ്ങൾ കണ്ടു. അതൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളൊരു വ്യവസ്ഥയിൽ ഏർപ്പെട്ടിരുന്നു. ഇവിടെ ഭൂമി കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു വ്യവസ്ഥ വെച്ചിരുന്നു രണ്ടുപേരും. എന്താ? തമ്മിൽ ഒരു രഹസ്യവും ഒളിപ്പിച്ചു വെക്കണ്ട, നമുക്കെല്ലാം നമ്മുടെ ഹൃദയം തുറന്ന് കാണിക്കണമെന്ന് അവര് പരസ്പരം തീരുമാനിച്ചു. അങ്ങനെ വ്യവസ്ഥ വെച്ചു കേട്ടോ അദ്ദേഹം അവരെ. അങ്ങനെ ഞങ്ങളെ സഞ്ജയൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. രാജാവ് ഞങ്ങളെ രണ്ടാളെ യഥാവിധി പൂജിച്ച് സൽക്കരിച്ചു. ചാതുർമാസ്യകാലം രാജാവിന്റെ കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടി. അതായത് 4 മാസം. വർഷകാലത്ത് 4 മാസത്തിന് ചാതുർമാസ്യം എന്നാ പറയാ. ആ സമയത്ത് ഇതിലെ മഹർഷിമാരൊക്കെ ഗുഹക്കകത്തിരുന്ന് തപസ് ചെയ്യും. മഴക്കാലല്ലേ, അങ്ങനെ പുറത്തിറങ്ങാനൊന്നും പറ്റൂല. അതാണ് ചാതുർമാസ്യം. നമ്മുടെ ശ്രീരാമചന്ദ്ര സ്വാമി ഒരു ചാതുർമാസ്യം വ്രതം എടുത്തിരിക്കുന്ന ആളല്ലേ. അങ്ങനെ കഴിച്ചുകൂട്ടി. ഞങ്ങളെ പരിചരിക്കാൻ രാജപുത്രിയെ ദമയന്തിയെ തന്നെ രാജാവ് നിയോഗിക്കുകയും ചെയ്തു. അവളാണെങ്കിലോ ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് ശുശ്രൂഷിച്ചു ഞങ്ങളെ. എന്ത് വേണ്ട വെച്ചാൽ പറയണ്ട, പറയുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ആ രാജകുമാരി നമ്മുടെ കാര്യം അറിഞ്ഞിട്ട് ചെയ്യും. അത്ര നല്ലൊരു കുട്ടിയായിരുന്നു. അങ്ങനെ ചാതുർമാസ കാലം വേദ അധ്യയനം ചെയ്തും വ്രതം അനുഷ്ഠിച്ചും ഞങ്ങൾ അങ്ങനെ സഫലമാക്കി. നന്നായി ആസ്വദിച്ചു ഞങ്ങൾ ചാതുർമാസ്യം. ഞാൻ മഹതി എന്ന വീണയും വെട്ടിക്കൊണ്ട് മധുരമായി സാമഗീതം ആലപിക്കുന്ന സമയത്ത് ആ രാജപുത്രി ഉണ്ടല്ലോ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കും. പതുക്കൾ അവൾ എൻ്റെ മനസ്സും കൈയടക്കി. അതാണ് കാര്യം. എനിക്കും പർവ്വതനും ഭക്ഷണം വിളമ്പി തരുമ്പോൾ അവൾ അല്പാൽപ്പം പക്ഷഭേദം കാണിക്കുമായിരുന്നു. എനിക്ക് കുറച്ച് അധികം തരും, നല്ല ഭക്ഷണം എനിക്ക് കുറച്ചധികം തരും, അങ്ങനെയൊക്കെ ആയി. ആ സുന്ദരിയുടെ പെരുമാറ്റത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കിയ പർവ്വതൻ എന്നോട് ചോദിച്ചു, നാരദ, ആ രാജകുമാരി നിന്നിൽ അധികം താല്പര്യം വെച്ച് പുലർത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ നിനക്കുണ്ടോ? അവളെ നിന്നെ ഭർത്താവായി വരിക്കാൻ ഇച്ഛിക്കുന്നുണ്ട്. നിനക്കുണ്ടോ ഇനി അവളോട് അങ്ങനെ പ്രേമം എന്ന് ചോദിച്ചു. എനിക്കങ്ങനെ സംശയം ഉണ്ട് കേട്ടോ. സത്യം പറയണേ, നമ്മൾ തമ്മിൽ രഹസ്യവും പാടില്ലെന്ന നിബന്ധന വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം നാരദ മഹർഷി പറഞ്ഞു, പർവ്വത, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട് കേട്ടോ. അതിനാൽ തന്നെ എനിക്കും അവളോട് അനുരാഗം തോന്നുന്നുമുണ്ട്. ഇത് കേട്ട് രോഷം ദേഷ്യം വന്നു പർവ്വതനി. അപ്പൊ പർവ്വതം പറഞ്ഞു, നമ്മൾ നേരത്തെ ചെയ്ത ശബ്ദം നീ തെറ്റിച്ചില്ലേ, അതുകൊണ്ട് നിന്റെ മുഖം കുരങ്ങിന്റെ മുഖമായി തീരട്ടെ. അയ്യോ എന്ന് ശപിച്ചു. ഞാൻ വല്ലാത്ത വിഷമത്തിലായി. എന്നെ ആ രാജകുമാരി ഇനി ഇഷ്ടപ്പെടുക? ഈ വൃത്തികെട്ട മുഖമായില്ല എനിക്ക്. ഞാൻ പർവ്വതനെ ശപിച്ചു. ഞാൻ അടങ്ങിയിരുന്നതുമില്ല. സ്വർഗവാസം സാധിക്കാതെ പോട്ടെ എന്ന് ഞാൻ പർവ്വതനെയും ശപിച്ചു. ഈ ചെറിയ തെറ്റിന് എന്നെ ശപിക്കൂ, കാരണം നിനക്ക് ഈ ലോകത്തിൽ ജീവിക്കാനും ഇടവരും. പർവ്വതൻ ദുഃഖത്തോടെ അവിടം വിട്ടു പോവുകയും ചെയ്തു. വേണ്ടാതെ പണിയെടുക്കും വരും. ഇടക്കിടക്ക് ഈ ശപിക്കുന്ന സ്വഭാവമുണ്ട്. പർവ്വതന്റെ ശാപം കൊണ്ട് എന്റെ മുഖം വാനര മുഖമായി. ഞാൻ അസല് ശരീരം നല്ല മനുഷ്യന്റെ മാതിരി, മുഖം മാത്രം കുരങ്ങേണ്ടത്. അതുകൊണ്ട് രാജകുമാരിയും വളരെയധികം സങ്കടത്തിലായി. എന്നാലോ എന്നോടുള്ള ഇഷ്ടത്തിലേശം കുറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. നാരദര് പറയുന്നു.
ദേവർഷേ, പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ രൂപം തിരിച്ചു കിട്ടി ശാപമോക്ഷം ലഭിച്ചത്? പർവ്വതൻ എങ്ങോട്ടാണ് പോയത്? പിന്നീട് നിങ്ങൾ എപ്പോഴാണ് കണ്ടുമുട്ടിയതെന്നൊക്കെ ഞാൻ നാരദ മഹർഷിയോട് ചോദിച്ചു. അപ്പൊ ശ്രീനാരദ മഹർഷി പറയുകയാണ്, മായയുടെ ലീലാവിലാസങ്ങൾ അത്ഭുതം തന്നെ കേട്ടോ. എന്റെ സഹചാരിയായിരുന്ന പർവ്വതൻ പോയതിനാൽ ഞാൻ ദുഃഖത്തിലായി. എന്റെ വാനരാസ്യം കണ്ടിട്ടും ആ രാജപുത്രി ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ എന്നെ കൂടുതൽ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഇത്ര നാളുണ്ടായതിനേക്കാളും കുറച്ചുകൂടി ശ്രദ്ധ എന്നിൽ അവൾക്ക് വന്നു ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ. രാജപുത്രിയായ ദമയന്തിക്ക് വിവാഹപ്രായമായി. അത് കണ്ട് രാജാവ് സഞ്ജയൻ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, മകളുടെ വിവാഹത്തിനെ പറ്റി സംസാരിച്ചു. എന്തു പറഞ്ഞു? അല്ലയോ മന്ത്രിസത്തമാ, അഭിജാത്യവും സൽഗുണ സമ്പന്നനുമായ ഒരു വരനെ മകൾക്ക് വേണ്ടി ആലോചിക്കുക. അല്ലാതെ സ്വയംവരം രാജാവ് വിചാരിച്ചില്ല. ഇഷ്ടപ്പെട്ട ഒരു രാജകുമാരൻ. മന്ത്രി പറഞ്ഞു, സൽഗുണ സമ്പന്നരായ യോഗ്യരായ രാജകുമാരന്മാരെ എനിക്കറിയാം. അങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ പറഞ്ഞു ആരേ മന്ത്രി. അപ്പൊ ഈ പെൺകുട്ടി വിചാരിക്കുന്ന അച്ഛൻ തന്റെ വിവാഹത്തിന് ഒരുക്കം കൂട്ടുന്നത് കൊണ്ട് രാജപുത്രി ദമയന്തി ഒരു ദാസിയെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. നേരിട്ട് അച്ഛനോട് പറയാനുള്ള ധൈര്യമൊന്നും അന്നത്തെ കുട്ടികൾക്കില്ല. ഇന്നത്തെ കുട്ടികൾ പറയും, എനിക്ക് കല്യാണം കഴിക്കാനാകുമ്പോൾ ഞാൻ പറയും, അന്നേരം ആലോചിച്ചാൽ മതി. ആരോട്? അച്ഛനോട് അമ്മയോടും. ആര് പറയുന്ന പെൺകുട്ടി? അപ്പൊ അന്ന് അങ്ങനെയാണ്. ആ ദാസി പോയിട്ട് എല്ലാം രാജാവിനോട് പറഞ്ഞു. ഇംഗിതം: മഹതി വീണയുമായി നടക്കുന്ന നാരദ മഹർഷി മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നാണ് അങ്ങയുടെ പുത്രി പറയുന്നത്. അദ്ദേഹത്തിന് അല്ലാതെ വേറെ ആരെയും ദമയന്തി വിവാഹം കഴിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ആ നാദസിന്ധുവിൽ ഞാൻ പൂർണ്ണമായും മഗ്നയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേവർഷി നാരദന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇപ്രകാരം ഇവിടെ വന്ന് പറയുവാൻ രാജപുത്രി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു രാജൻ എന്ന് ആര് പറഞ്ഞു? ആ ദാസി പറഞ്ഞു. അങ്ങനെ ദാസിയിൽ നിന്ന് മകളുടെ അഭിപ്രായം അറിഞ്ഞ സഞ്ജയ മഹാരാജാവ് എന്ത് ചെയ്തു? പത്നിയായ കൈകേയിയോട് പറഞ്ഞു. കൈകേയി എന്നാണ് പത്നിയുടെ പേര്. നമ്മളെ രാമായണത്തിലെ കൈകേയിയല്ല. ദാസി പറഞ്ഞത് മുഴുവൻ നീ കേട്ടില്ലടോ. അവൾ കുരങ്ങന്റെ മുഖമുള്ള നാരദനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ അത്രേ. ഞാൻ എങ്ങനെയാണ് അത് നടത്തി കൊടുക്കുക? അവളെ നീ ഇതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. പതിയുടെ വാക്കുകൾ കേട്ട് കൈകേയി മകളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ നാരദനിൽ മനസ്സൂന്നി അവളെ പിന്തിരിപ്പിക്കാൻ കൈകേയിക്ക് സാധിച്ചുവോ? ഇല്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് ദമയന്തി പറഞ്ഞമ്മേ, ഭംഗിയുള്ള മുഖമുള്ള ഒരാൾ വിരസനായാൽ ആളെ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? നല്ല സുന്ദരൻ തന്നെ, പക്ഷെ വിരസൻ, ഒരു ഗന്ധമില്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങനെ ഒരാൾ കിട്ടിയിട്ട് കാര്യമുണ്ടോ അമ്മേ? നാരദന്റെ സപ്തസ്വര വിദ്യയെ തോൽപ്പിക്കാൻ ശിവനെ അല്ലാതെ ഒരാരുമില്ല. മൂർഖന്മാരോടുകൂടിയ ജീവിതത്തിനേക്കാൾ മരണമാണ് അഭികാമ്യം. സദ്ഗുണമുള്ളവന് രൂപസൗന്ദര്യം കുറഞ്ഞാലും വലിയ സാരമൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ കുട്ടി. ഏത് ജീവജാലങ്ങളും ഗാനങ്ങൾ കേട്ടാൽ ആസ്വദിച്ചു പോവില്ല അമ്മേ. അച്ഛന് നാരദ മഹർഷിയെ പറ്റി ശരിയായി അറിയാത്തത് കൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്. നാരദ മഹർഷിയെ പോലെ സാമഗാനം ആലപിക്കാൻ ലോകത്തിൽ മറ്റൊരാൾക്ക് സാധ്യമല്ല. അദ്ദേഹമാണെങ്കിലോ വാനരമുഖം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ വരിച്ചു കഴിഞ്ഞു അമ്മേ. അതിനുശേഷമാണ് അദ്ദേഹത്തിന് വാനരമുഖം വന്നത്. എങ്ങനെ വന്നു എന്ന് എനിക്കറിയുകയും ചെയ്യില്ല. മകൾക്ക് നാരദനോടുള്ള പ്രേമാധിക്യം മനസ്സിലാക്കിയ രാജ്ഞി രാജാവിനോട് പറഞ്ഞു, നല്ല ദിവസം നോക്കി മകളെ നാരദന് വേളി കഴിച്ചു കൊടുക്കുക, എന്തെങ്കിലും ആക്കട്ടെ. അവൾ മനസ്സുകൊണ്ട് നാരദനെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുകയാണത്രേ. അവളുടെ മനസ്സ് മാറ്റാൻ വേറൊന്നും ഞാൻ വഴി കാണണില്ല എന്ന് പറഞ്ഞു. കൈകേയിയുടെ വാക്കുകൾ കേട്ട് രാജാവ് മകളെ വിദ്യാവണ്ണം എനിക്ക് വിവാഹം കഴിച്ചു തന്നു. ശ്രീനാരദ മഹർഷി പറയുന്ന കഥയാണിത്. അവൾ എന്നെ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വിഷമമാകും. എന്നെ കാണുമ്പോഴേക്കും അവളുടെ മുഖം താമരപ്പൂ പോലെ വികസിക്കും. എന്റെ വാനര മുഖം കണ്ട് അവൾ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പർവ്വതമുനി തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സത്കരിച്ചു. വാനരമുഖനായ എന്നെ കണ്ട് അദ്ദേഹത്തിന് വളരെയധികം ദുഃഖമുണ്ടായി. ഞാൻ നിമിത്തല്ലേ ഈ വൃത്തികെട്ട മുഖം കൊണ്ട് നടക്കാൻ ഇടവന്നത് എന്ന് ആയി വിചാരം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നാരദ, ഞാൻ കോപം കൊണ്ട് ശപിച്ചതാണ് കേട്ടോ, ശപിച്ചു പോയതാണ്. ആ ശാപം ഞാനിതാ പിൻവലിക്കുകയാണ്. അങ്ങയുടെ മുഖം പൂർവാധികം സുന്ദരമാവട്ടെ എന്ന് ഈ പർവ്വതൻ പറഞ്ഞു. അപ്പൊ അങ്ങയുടെ പത്നിയായി രാജപുത്രിയെ കണ്ട് എന്റെ
മനസ്സാർദ്രമായി. അപ്പൊ നാരദൻ എന്ത് പറഞ്ഞു? പർവ്വത, ഞാൻ അങ്ങേക്കും ശാപമോക്ഷം തന്നിരിക്കുന്നു കേട്ടോ, അങ്ങക്ക് സ്വർഗത്തിലേക്ക് പോകാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എന്റെ മുഖം സുന്ദരമായി. സന്തുഷ്ടയ രാജപുത്രി ഈ വിവരം അമ്മയോട് പറഞ്ഞു. അമ്മയുടെ ജാമാതാവ് പർവ്വതമുനിയുടെ അനുഗ്രഹത്താൽ അതിസുന്ദരനായിരിക്കാണ് കേട്ടോ. രാജ്ഞി ഉടനെ തന്നെ ഈ സന്തോഷ വർത്തമാനം രാജാവിനെ അറിയിച്ചു. രാജാവ് നാരദനെ കാണാൻ വേഗം വന്നു. രാജാവ് എനിക്കും പർവ്വതനും അനവധി ധനവും സമ്മാനമായി തന്നു. എനിക്കും തന്നു, നാരദനും കൊടുത്തു. പർവ്വതനും കൊടുത്തു, എനിക്കും തന്നു നാരദ മഹർഷി പറയുന്നു. മായയുടെ ലീലകളൊക്കെ ഞാൻ സ്വാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഒരു മായ കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നത്. ദേഹം സ്വീകരിച്ചവർക്കൊക്കെ സുഖദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാമക്രോധാദികളെ ജയിച്ചവർ ആരും തന്നെ ഇല്ല. ഓരോരുത്തരിലും ഓരോ ദോഷങ്ങൾ പ്രബലമായി കിടക്കുന്നുണ്ടാകും. ത്രിഗുണങ്ങളാണ് ജീവജാലങ്ങൾക്ക് ദേഹം എടുക്കുവാൻ കാരണമായി വരുന്നത്. ത്രിഗുണം എന്ന് പറഞ്ഞ സത്വ, രജ, തമോ ഗുണങ്ങള്. ഒരിക്കൽ ഞാൻ വിഷ്ണുവിന്റെ കൂടെ കാട്ടിൽ സഞ്ചരിക്കുമ്പോ പെട്ടെന്നൊരു സ്ത്രീയായി ഞാൻ. എന്തത്ഭുതം! നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്ത്രീയായി. ഒരു രാജാവിന്റെ ഭാര്യയായി അനവധി പുത്രന്മാരെയും പ്രസവിക്കുകയും ഉണ്ടായി ഞാൻ. നാരദ മഹർഷേ, അങ്ങയുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതം കൂടി വരുന്നല്ലോ. ജ്ഞാനിയായ അങ്ങേക്കും ഈ നാരീരൂപം കൈക്കൊള്ളേണ്ടി വന്നത്? അയ്യോ, എന്ത് കാരണം കൊണ്ടാണ്? പിന്നെ എങ്ങനെയാണ് പൂർവ്വരൂപം കൈക്കൊണ്ടത്? ഈ പ്രപഞ്ചത്തെ പാവയെ പോലെ കളിപ്പിക്കുന്ന മായയുടെ കഥകൾ ഇനിയും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മായയുടെ കലം യോഗികൾക്ക് പോലും അറിയാൻ പ്രയാസമാണ് കേട്ടോ. ബ്രഹ്മാവ് തുടങ്ങിയ ഒരു പുൽക്കൊടി വരെ മായയാൽ മോഹിതരാണ്. മായ കൊണ്ട് മോഹിക്കാത്തവരായി ആരുമില്ല. പണ്ട് ഞാൻ സത്യലോകത്തിൽ നിന്ന് വിഷ്ണുവിനെ കാണുവാനായി വൈകുണ്ഠത്തിലെത്തി. നാരദ മഹർഷി വീണ്ടും പറയുകയാണ്. മഹതി എന്ന വീണയും മേട്ട് സാമഗാനം പാടിക്കൊണ്ട് ഞാൻ മഞ്ഞപ്പട്ടുടുത്ത് 4 കൈകളിലും ദിവ്യായുധങ്ങളും ധരിച്ച് രമയോടുകൂടി ഇരിക്കുന്ന ശ്രീമാധവനെ സ്തുതിച്ചു. എന്നെ കണ്ടപ്പോൾ രമ അന്തപുരത്തിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു, ദേവദേവേശ, എന്നെ കണ്ടപ്പോൾ എന്തിനാണ് ദേവി മാറിപ്പോയത്? ഞാൻ ജിതേന്ദ്രനും മായയെ ജയിച്ചവനും അല്ലേ എന്ന് ചോദിച്ചു. അത് ഞാൻ കാണിച്ചു തരാമെന്ന് ഭഗവാൻ മനസ്സിൽ പറഞ്ഞു. കുറച്ച അഹങ്കാരത്തോടു കൂടിയുള്ള എന്റെ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു, നാരദ, കുലസ്ത്രീകൾ പ്രിയതമന്റെ മുഖത്ത് മാത്രമേ നോക്കുകയുള്ളൂ, അന്യപുരുഷന്റെ അടുത്ത് നിൽക്കാറില്ല കേട്ടോ. അതാണ് ശരിയും. മായക്ക് 2 ശക്തികളുണ്ട്. എന്താ അതൊക്കെ? വിക്ഷേപം, ആവരണം. അങ്ങനെ 2 പേരുണ്ട് മായക്ക്. ജ്ഞാനം കൊണ്ട് ആവരണ ശക്തിയെ നിയന്ത്രിക്കാം. എന്നാൽ വിക്ഷേപശക്തി നമ്മുടെ ഉള്ളിൽ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് അന്തർലീനമായി കിടക്കുന്നതാണ്. അപ്പോൾ ആഗ്രഹങ്ങളും പൊന്തി വരുന്നു. അങ്ങിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ജിതേന്ദ്രനാണെന്ന്? അതൊരിക്കലും പറയാൻ പാടില്ല കേട്ടോ. ഞങ്ങളെ ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരും സനകാദികൾ പോലും മായ കടിമപ്പെട്ടവരാണ്. ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടവന് മായയെ ജയിക്കാൻ സാധ്യമാണോ? രൂപമില്ലാത്ത കാലവും മായക്ക് അധീനമാണ്. വിദ്വാനും മൂർഖനും മായയുടെ വലയത്തിൽ തന്നെ പെട്ടിട്ടുള്ളത്. വിദ്വാനായാലും പെടും, മൂർഖനായാലും പെടും, ദുഷ്ടനായാലും പെടും, നല്ലവനായാലും പെടും, പൊട്ടനായാലും ബുദ്ധിമാനായാലും എല്ലാം ഈ മായയില് പെടും. കാലം മനുഷ്യനെ ധർമ്മജ്ഞനായി മൂഢനായി മാറ്റി തീർക്കുന്നതാണ്. കാലത്തിന്റെ സ്വഭാവം അജ്ഞാതമാണ്. ആർക്കും അങ്ങനെയാണെന്ന് പറയാനാവില്ല. വിഷ്ണു പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലയോ രമാപതി, മായയുടെ രൂപം എന്താണ്? വാസസ്ഥാനം ഏതാണ്? മായയുടെ ശക്തിയും അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അത് കാണിച്ചു തരുവാൻ അങ്ങയുടെ കാരുണ്യം ഉണ്ടാവണം. നമ്മുടെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞില്ലേ പണ്ട്, മായ കാണണം, മായ കാണണം. അതുപോലെ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഗംഭീരായില്ലേ ഭഗവാന്റെ മായ കാണാൻ പുറപ്പെട്ടാല്? വിഷ്ണു പറഞ്ഞു നിർത്തിയപ്പോ, നാരദ, ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് മായ. അവൾ എല്ലാറ്റിനും ആധാരഭൂതയാണ് കേട്ടോ. സർവജ്ഞയാണോ അവള്. ത്രിഗുണാത്മികയായ മായയെ പല രൂപത്തിലും കാണപ്പെടുകയും ചെയ്യും. അത് കാണാൻ മോഹമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരിക, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഭഗവാൻ നാരദനും ഗരുഡന്റെ മേൽ കയറിയ ഉടൻ ഗരുഡൻ വായുവേഗത്തിൽ യാത്രയായി. മനോഹരങ്ങളായ ദേശങ്ങളുണ്ട്, മുനിമാരുടെ ആശ്രമങ്ങളുണ്ട്,
വനങ്ങളുണ്ട്, മനോഹരമായ തടാകങ്ങളുണ്ട്. ഇതൊക്കെ പിന്നിട്ട് ഞങ്ങൾ കന്യാകുബ്ജത്തിലെത്തി, നമ്മുടെ അദ്ദേഹത്തിന്റെ രാജാമലന്റെ നാട്. അവിടെ സുന്ദരമായ ഒരു താമരപ്പൊയ്ക കണ്ടു. ആ പൊയ്കയിൽ അരയന്നങ്ങളും കുളക്കോഴികളും ചക്രവാക പക്ഷികളും നിർബാധം നീന്തിക്കളിക്കുന്നൊന്നും പറയണ്ട. ധാരാളം താമരപ്പൂക്കളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പണ്ടുകളുടെ ശങ്കാരനാഥം കൊണ്ട് അവിടെ മാറ്റിയ മുഖരിതമായിരുന്നു. പാലാഴിയെ തോൽപ്പിക്കുന്ന ആ തടാകം കണ്ടപ്പോൾ ജനാർദ്ദൻ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നാരദാ, പണ്ടാരക്കോഴികൾ കൂവുന്നതും പളുങ്കിനെ തോൽപ്പിക്കുന്നതുമായ ഈ തടാകം വളരെ മനോഹരാണ് കേട്ടോ. നമുക്കിവിടെ സ്നാനം ചെയ്തതിന് ശേഷം യാത്ര തുടരാം. ഗരുഡനിൽ നിന്നിറങ്ങി കയ്യും പിടിച്ച് ഞങ്ങൾ ആ തടാകത്തിന്റെ തീരത്ത് പോയിരുന്നു. വിഷ്ണു എന്നോട് പറഞ്ഞു, മോനെ, ഈ തെളിനീരിൽ ഇറങ്ങിക്കൊള്ളൂ കേട്ടോ. സജ്ജനങ്ങളുടെ മനസ്സുപോലെ സ്വച്ഛമാണ് ഈ തടാകം. താമരയുടെ പൊടി കലർന്നത് കാരണം ഈ ജലം സുഗന്ധപൂരിതവുമാണ്. അങ്ങയുടെ സ്നാനം കഴിഞ്ഞാല് ഞാനും സ്നാനം ചെയ്യുന്നുണ്ട്. ഒന്നും ചേർന്നതില്ല. ഭഗവാൻ പെണ്ണാവണ്ടല്ലോ ഇപ്പൊ. ഹരി പറഞ്ഞതനുസരിച്ച് ഞാൻ മാന്തോലും വീണയും കരക്ക് വെച്ച് ഭക്തിപൂർവ്വം കുളിക്കാനിറങ്ങി. ഞാൻ വിധിപ്രകാരം ദർഭയും കയ്യിലെടുത്ത് ആചമനം ചെയ്ത് മുങ്ങി നിവർന്നപ്പോഴേക്ക് എന്തായിപ്പോയി? എന്റെ രൂപം മാറിയില്ലേ? ഞാൻ ഒരു സ്ത്രീയായി. കരക്ക് വെച്ച് എന്റെ വീണയും കൃഷ്ണാജിനവും എടുത്ത് വിഷ്ണു ഗരുഡന്റെ പുറത്ത് കയറി പോവുകയും ചെയ്തു. ഗംഭീരമായ കാട്ടുകൊടുത്തു. ഞാൻ സർവാഭരണ ഭൂഷിത ഒരു സ്ത്രീയായി. ഞാൻ വിഷ്ണുവിനെയും എന്റെ വീണയെയും ഒക്കെ മറന്നു. ഞാൻ അങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് താലധ്വജൻ എന്ന പേരായ രാജാവ് തന്റെ സൈന്യങ്ങളോടും പരിവാരങ്ങളോടും കൂടി അവിടേക്ക് വന്നു. രാമദേവനെ പോലെ സുന്ദരനാണ് കേട്ടോ അദ്ദേഹം. ആ യുവ കോമളനെ ഞാൻ നോക്കി നിന്നുപോയി. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ആരാണ്? ദേവനാരിയാണോ അതോ ഗന്ധർവ കന്യകയാണോ? എന്താണ് ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത്? എന്താണ് വെള്ളത്തിലേക്ക് നോക്കി ലജ്ജിച്ച് നിൽക്കുന്നത്? നിനക്ക് ഇഷ്ടമാണെങ്കിൽ ശ്രേഷ്ഠനായി എന്നെ ഭർത്താവായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു തരാം, എന്റെ കൂടെ പോന്നാലും എന്ന് പറഞ്ഞു ഹരി താലധ്വജൻ. അപ്പൊ ഇനി പോകുന്നുണ്ടോ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. എന്നിപ്പോ അങ്ങനെ പറഞ്ഞു അദ്ദേഹം. ഇന്നത്തെ ഭാഗം ഭഗവത് പാദങ്ങളെ സമർപ്പിച്ചു നമ്മള്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.